കനത്ത തോരാമഴയ്ക്ക് ശമനമായില്ല. ഇരുവഴിഞ്ഞ് ചാലിയാർ പുഴകളിലെ ജലനിരപ്പ് ക്രമാതീതമായി തന്നെ ഉയരുന്നു. മുക്കം നഗരസഭയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയും ശക്തമായി. 19 പേരെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മാറ്റി താമസിപ്പിച്ചു. 48ഓളം പേരെ മുക്കം അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി. ഇതിനിടയിൽ ബോട്ടിൽ രക്ഷാപ്രവർത്തനത്തിന് പുറപ്പെട്ട 2 യുവാക്കൾ വെസ്റ്റ് കൊടിയത്തൂർ ഇരുവഴിഞ്ഞ് പുഴയിൽ അപകടത്തിൽപ്പെട്ടു. 1 കിലോമീറ്റർ ദൂരം പുഴയിലൂടെ ഒഴുകിയ യുവാക്കളെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. പരിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ചേന്നമംഗലൂർ, പുൽപ്പറമ്പ്, ആയിപ്പൊറ്റ പ്രദേശങ്ങളിൽ 50ഓളം കുടുംബങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. 4 ഭാഗം വെള്ളത്താൽ ചുറ്റിയുള്ള പ്രദേശക്കാർക്ക് അസുഖമായാൽ ചികിത്സയ്ക്കും ഭക്ഷണവസ്തുക്കൾ വാങ്ങണമെങ്കിൽ തോണിയോ ബോട്ടോ ആവശ്യമാണ്. കാരശ്ശേരി ചെറുപുഴ കര കവിഞ്ഞതിനെ തുടർന്ന് വെള്ളം കയറിയ ആനയാങ്കുന്ന്, വല്ലത്തായ്പാറ, മാമ്പുയിൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ മുക്കം അഗ്നിരക്ഷാസേന ഓഫീസർ അബ്ദുൽ ഗഫൂറിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. വള്ളയാറ് അനോർമലയിൽ മണ്ണിടിഞ്ഞ് ഒരു കുടുംബത്തിലെ 5 പശുക്കൾ ചത്തു. 1 പശു രക്ഷപ്പെട്ടു. റബ്ബറടക്കമുള്ള മരങ്ങളും കൃഷിയും നശിച്ചു. ഇവിടെയും മുക്കം അഗ്നിരക്ഷാസേന സഹായമായി. മലയോര പ്രദേശമായ തിരുവമ്പാടി, ഓമശ്ശേരി, പുന്നക്കൽ, അഗസ്ത്യമൊഴി ഭാഗങ്ങളിലെ റോഡുകളിൽ വെള്ളം കയറി യാത്ര ദുരിതമായി. ദീർഘദൂര KSRTC ബസ്സുകളടക്കമുള്ള സ്വകാര്യ ബസ്സുകളും വെള്ളം കയറിയതിനാൽ ഓട്ടം നിർത്തിവെച്ചു. വെള്ളപ്പൊക്ക ഭീഷണിയുള്ളതിനാൽ തൊണ്ടിമൽ ഗവൺമെന്റ് LP സ്കൂൾ, തിരുവമ്പാടി SNHS UP സ്കൂൾ, പുന്നക്കൽ SJ UP സ്കൂൾ, മുത്താൻപുഴ SSLP സ്കൂൾ എന്നിവിടങ്ങളിൽ ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ തുറന്നിട്ടുണ്ട്. എൻലൈറ്റ് ന്യൂസ്, മുക്കം.